ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അയലക്കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ അരച്ച അയലക്കറിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. തക്കാളി ഒന്നും വാട്ടിയെടുക്കേണ്ടൊന്നും ആവശ്യമില്ല. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും ഒരു 4 ചെറിയ ഉള്ളിയും പിന്നെ ഒരു നുള്ള് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. പിന്നെ 2 അല്ലി പുളിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഇത് മാങ്ങ ഉണക്കിയതാണ്. മാങ്ങൻ്റെ സീസണുള്ള സമയത്ത് മാങ്ങ ഇതുപോലെ ചെത്തിയിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഉപയോഗിക്കാം. ഇതൊരു 6 കഷ്ണത്തോളം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊടികളാണ്. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഫോണിൻ്റെ ലൈറ്റ് കൊണ്ട് കുറച്ച് കളറ് മനസ്സിലാവുന്നില്ല, മല്ലിപ്പൊടിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്തതിൻ്റെ വെള്ളം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിനി നേരെ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് മാറ്റുകയാണ്. ഈ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അയില ചേർത്ത് കൊടുക്കാം. ഒരു വലിയ അയിലയായിരുന്നു, അത് ചെറുതായി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് നന്നായി തിളച്ച് വരണം, നല്ലപോലെ അയിലയൊക്കെ വെന്ത് വരണം. ഇപ്പോൾ ഇതാ മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുക്കാം. കൂടുതൽ തിളച്ച് പോരുത്. തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളച്ച് പോരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ കാര്യം, എന്നാലും ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്ന് വറവിടണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയുള്ള നമ്മളെ അയലക്കറി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അയലക്കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മിക്കവാറും ആളുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്